കുറച്ച് ദിവസമായിട്ട് ഒരു ഹെഡ്സെറ്റ് വാങ്ങിക്കണം വിചാരിച്ചിട്ട്. അപ്പൊ തെമ്മൂല് ചെറിയൊരു ഓഫർ കണ്ടു നമ്മുടെ ഫിലിപ്സിന്റെ ഹെഡ്സെറ്റ്. അപ്പൊ അതൊന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് തെമു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തതാ. അപ്പണ്ട് അതില് 850 ദിനാറിന് ആരോ ആഡിട്ടുകാർക്കിട്ട് വെച്ചിരിക്കുക. നോക്കിയപ്പോ വേറെ ഒന്നല്ല, വീട്ടില് മോള് അവർക്കുള്ള ഡ്രസ്സുകൾ അത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആഡിട്ടുകാർക്കിട്ട് വെച്ചിരിക്കുക. അപ്പോഴൊന്ന് 850 ദിനാറിനുള്ള സാധനം ഉണ്ട്. അപ്പൊ ഞാൻ കുറെയൊക്കെ അതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് എന്തായാലും അവര് കാർട്ടിലിട്ട് വെച്ചിരിക്കുന്നതല്ലേ, അപ്പൊ അതിലൊന്നെണ്ണം സെലക്ട് ചെയ്ത് പോരാത്തന്നെ ഒരു ഹെഡ്സെറ്റും സെലക്ട് ചെയ്തിട്ട് തെമ്മൂലിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാധനം ഒന്ന് കിട്ടി. അപ്പൊ അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ട് വന്നാട്ടാ. ഒരു പക്ഷെ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടും ആ സംഭവം. പിള്ളേരുടെ ഐറ്റംസ് അവരാദ്യം വെച്ചിരിക്കുന്നു. 16 ദിനാറ് മിനിമം ഉണ്ടെങ്കിൽ അവര് സപ്ലൈ ചെയ്യുള്ളൂ, ഡെലിവറി ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് 16 ദിനാറിനുള്ള 10-20 ദിനാറിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. ഇതായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ആഗ്രഹിച്ച സാധനം. ഇത് അതായത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഹെഡ്സെറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. വേറെ ഒന്നല്ല, നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് വെക്കുന്ന ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാല് ഒരു ഇറിറ്റേഷനാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഇത് സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഓപ്പൺ എയർ വയർലെസ് ഹെഡ്ഫോണാണ്. നമുക്കിത് ഇങ്ങനെ പുറത്ത് നമ്മുടെ ഇതിലാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. അപ്പൊ ഞാനതൊന്ന് കാണിച്ചു തരാം. ഇത് ഓഫറിൽ കണ്ടപ്പോ വാങ്ങിച്ചതാ കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് വിചാരിച്ചതായിരുന്നു. നാട്ടിൽ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. അത് 2600 രൂപ അവര് പറഞ്ഞ സെറ്റിന്. ഇതിപ്പോ ഇവിടെ 5.4 ദിനാറുള്ളൂ. ഏകദേശം 1200 രൂപയോളം ആണ് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. ഇപ്പൊ നാട്ടിലേക്കാളും കുറച്ചുകൂടി ലാഭം ഇതാണെന്ന് തോന്നി. പിന്നെ ഫിലിപ്സ് അല്ലേ, ഫിലിപ്സ് ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇതാണ് സാധനം കേട്ടാ. കാട്ടൊക്കെ അടിപൊളിയായി. അപ്പൊ എങ്ങനെ വെക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വെക്കാട്ടാ. ഇത് ചെവിയും ഇങ്ങനെ ഇരുന്നോളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിലേക്ക് വെക്കണ്ട. നമ്മൾ സാധാരണ ഹെഡ്സെറ്റ് മറ്റേ സാധാരണ വലിയ ഹെഡ്സെറ്റ് ഇല്ലേ, അത് വെക്കുന്ന പോലെ തന്നെ. ഇതിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണം നിങ്ങളും ഇതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ഹെഡ്സെറ്റ് വാങ്ങിക്കുന്നത് അത്ര സേഫ് ഒന്നല്ല. കുറെ നാൾ നമ്മൾ അതിന്റെ ഉള്ളിൽ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോ ചെവി അടിച്ചു പോകാനായിട്ട് അത് മതി. അപ്പൊ അങ്ങനെയുള്ള ഹെഡ്സെറ്റുള്ള ആൾക്കാര് എന്തായാലും ഇതിലേക്ക് മാറുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത് ഫിലിപ്സിന്റെ ആണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഫിലിപ്സ് നല്ല ഐറ്റമാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഓഫീസിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വാട്സപ്പിലൊക്കെ കോള് വരുമ്പോ പുറത്തേക്ക് ഭയങ്കര സൗണ്ട്, അതുപോലെ അതുകൊണ്ടൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നമുക്കൊക്കെ വല്ലപ്പോഴും പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ പാട്ട് പാടി റെക്കോർഡൊക്കെ ചെയ്യേണ്ട സമയത്ത് ഇത് ഉപകാരപ്രദമാണ്. അപ്പൊ ഇങ്ങനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഇത് കേട്ടിട്ടുണ്ടാവും. ഇതും ഞാൻ നാട്ടില് പ്രൈസ് ചോദിച്ചപ്പോ ഇതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ, വയർലെസ് മൈക്രോഫോൺ. ഓക്കെ, അപ്പൊ ഇത് നാട്ടില് ഇതിന്റെ വില ഞാൻ ചോദിച്ചു. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ. ഇപ്പൊ മൊത്തം മിക്കവാറും ആൾക്കാര് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ ബട്ടൺ പോലെ വെച്ചിരിക്കുന്നത് അല്ലെ. അത് ഹോളി ലാൻഡ് HL എഴുതിയിട്ടുണ്ടാവും. ആ കമ്പനിയുടെയാണ് അത്. അതിന് ഏകദേശം ഒരു 16,000 രൂപയാണ് അതിന്റെ വില. അപ്പൊ ഞാനത് വാങ്ങിച്ചില്ല. ഇവിടെ വന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാന്ന് വെച്ചത്. ഇത് റേറ്റ് എനിക്ക് എത്രയാണെന്ന് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും 16,000 ഇല്ല, എനിക്ക് 6 ദിനാറാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ പിന്നെ നോക്കിയിട്ട് പറയാം. ഇതാണ് സംഭവം. ഇതേതാ കമ്പനി എനിക്കറിയില്ല കേട്ടോ. കമ്പനി ഒന്നും ഇല്ല. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇതൊരു 6 ദിനാറ് ഒക്കെ ആവണുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. 6-7 ദിനാറൊക്കെ. അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് വയർലെസ് മൈക്രോഫോൺ ആണ്. നമുക്ക് ഇവിടെയൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടി റെക്കോർഡ് ചെയ്യണം, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ നമുക്ക് ആർക്കെങ്കിലും വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് സാധനമാണ്. അപ്പൊ ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് എന്റേതായിട്ട് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പൊ ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി മുതല് ഇത് വെച്ചിട്ട് ചെയ്തു നോക്കാം. എങ്ങനെയുണ്ട് നോക്കാലോ. എന്തായാലും മോശമാണെങ്കിൽ 10,200 രൂപയുടെ കാര്യമില്ലേ. നാട്ടിലത്തെ പോലെ 16,000 രൂപ സാധനം കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം അല്ലേ. അപ്പൊ ഈ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ.